ഈ വെണ്ടയ്ക്ക വാങ്ങി നമ്മൾ അരിയുന്ന സമയത്ത് ഞോളപ്പ് വരാറുണ്ടല്ലേ? അപ്പോൾ മിക്ക ആളുകൾ പറഞ്ഞേക്കാം വെണ്ടയ്ക്ക അരിയുമ്പോൾ ഞോളപ്പാണ്. അതിൽ തോരൻ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞ് കിട്ടുമെന്ന്. അപ്പം നമ്മളുണ്ടല്ലോ ഈ വെണ്ടയ്ക്ക 1, 2 കാര്യങ്ങൾ നമ്മൾ തോരൻ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പയറ് പോലെ തന്നെ തോരൻ ഇരിക്കുകയും ചെയ്യും. ഒട്ടും തന്നെ ഞോളപ്പില്ലാണ്ട് തന്നെ നമുക്ക് തോരൻ വെച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒലത്താൻ നേരത്ത് നിങ്ങൾ 1, 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഒരു കഴുകാൻ നേരത്ത് ശ്രദ്ധിക്കാൻ നമ്മൾ തലേന്ന് പിന്നാണ് ഒലത്തുന്നതെങ്കിൽ നമ്മൾ തലേന്ന് കഴുകി വെക്കുക. പിന്നെ ഈ കഴുകാൻ നേരത്ത് നമ്മൾ ഇതുപോലെ വരുന്ന ഈ ഒരു തുമ്പ് ഭാഗം കട്ട് ചെയ്യാതെ തന്നെ അത് കഴുകിയെടുക്കുക. അപ്പം തലേന്ന് കഴുകിയിട്ട് നിങ്ങൾ പിറ്റേന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് വെണ്ടയ്ക്കയുടെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് അത് അരിഞ്ഞെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ നമ്മൾ അരിയാൻ നേരത്ത് കുഴഞ്ഞു പിടിക്കത്തില്ല. ഇനി നമ്മളുണ്ടല്ലോ മിക്ക ആളുകളുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് ഭയങ്കര കുഴഞ്ഞു വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള നാരങ്ങ അങ്ങനെയുള്ള വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ നാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ തലേന്ന് കഴുകി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഒട്ടും തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നാരങ്ങയുടെ ആവശ്യമൊന്നും യൂസ് ചെയ്യേണ്ട വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ തോരൻ വെക്കാൻ നേരത്തെ ഇങ്ങനെ ഒറ്റ കൊട്ട ഇങ്ങനെ കുഴഞ്ഞ് കിട്ടി വരാറുണ്ടല്ലേ? അപ്പോൾ അതിനെ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ മൺചട്ടിയിൽ ഒന്ന് പറ്റിയാൽ നിങ്ങളൊന്ന് തോരൻ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മൺചട്ടി ഇല്ലെങ്കിൽ പോലും നമുക്കത് കുഴഞ്ഞ് കിട്ടാതിരിക്കാനായിട്ട് തോരൻ വെക്കാനുള്ള എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ അത് ഒട്ടും തന്നെ കുഴഞ്ഞ് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എന്താണ് തോരൻ വെക്കാൻ ആദ്യമേ തന്നെ അതിനകത്ത് ഇടുന്നത് ഇതുപോലെ കടുക്, അതുപോലെ നമ്മൾ ഉള്ളി, ഇതുപോലെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളിത് വെക്കുന്നതെങ്കിൽ ഇത് ആദ്യമേ തന്നെ നിങ്ങളിത് ഇതുപോലെ ഒന്ന് ഒത്തിരി മുളക് പൊടി, അതുപോലെ തേങ്ങ, പച്ചമുളക് ഒന്ന് ഒതുക്കിയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റിലെ തന്നെ തേങ്ങ ഇടാൻ ശ്രദ്ധിക്കുക. ഉള്ളിക്കൊപ്പം നിങ്ങൾ ആദ്യമേ തന്നെ തേങ്ങ ഇടുക. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു തേങ്ങ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇതാക്കി വയറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വെണ്ടയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അത് ഇളക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും അത് കുഴഞ്ഞു പിടിക്കത്തില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ 1, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി വച്ചിട്ട് നമ്മളത് ആദ്യമേ കൂട്ടി ഉപ്പിടാതിരിക്കുക. ഉപ്പിട്ടാൽ തന്നെ നമ്മളത് കുഴഞ്ഞ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഉപ്പിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വന്നു കഴിയുമ്പം അതിങ്ങനെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഉപ്പിടാതിരിക്കുക. അതുപോലെ ആദ്യമേ കൂട്ടി തേങ്ങ ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ 1, 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഒരു തോരൻ, വെണ്ടയ്ക്കയുടെ തോരൻ ഒട്ടും തന്നെ ഇതുപോലെ കുഴഞ്ഞ് കിട്ടത്തില്ല. അതുമല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് കിട്ടിയിട്ട് ഒരു മണമൊക്കെ വന്നിട്ട് അത് ചിലപ്പോൾ കേട് പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മൺചട്ടിയിലാണെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ച് ഈ ഒരു രീതിയിൽ 1, 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പിടിക്കത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരു തോരൻ ഇപ്പോൾ നാളത്തേക്ക് ബാലൻസ് ഇരുന്നാൽ തന്നെ അത് കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി തേങ്ങ, പച്ചമുളകൊക്കെ ഇട്ട് ഒതുക്കി ഒലത്തണം എന്നുള്ള ആളുകളാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ തേങ്ങയും പച്ചമുളകും ഒന്ന് ഒതുക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ മുകളിൽ ഇത്തിരി എണ്ണ നമ്മളൊന്ന് തൂളി കൊടുക്കുക, ഒന്ന് പുകഞ്ഞ് കിട്ടാതെ ഇരിക്കാനായിട്ട്. അതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങളത് തോരൻ വെച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് 1, 2 തവണ നമ്മൾ ഒന്ന് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് 1, 2 വേവ് കഴിഞ്ഞതിന് മുകളിലാണിട്ട് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ആദ്യമേ കൂട്ടി ഉപ്പിടാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 1, 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക അരിയുമ്പോഴാണെങ്കിലും തോരൻ വെക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കുഴഞ്ഞ് കിട്ടാതെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി ഒരു വെണ്ടയ്ക്ക എനിപ്പോൾ ബാലൻസ് ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഷെയർ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.